ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി പാദവാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഓടിച്ചു പോകാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. ഇവിടെ തന്നിട്ടുള്ളത് ഒരു കവിതാഭാഗമാണ് അല്ലേ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം, അതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് വായിച്ചു പോവാം. ഒന്നാമത്തേത്, ആരുടെ കണ്ണുകളിലാണ് യാചനഭാവം തെളിഞ്ഞത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരുടെ കണ്ണുകളിലാണ് യാചനഭാവം തെളിഞ്ഞത്? ഇവിടെ കുട്ടി, അമ്മ, മുത്തശ്ശൻ എന്നാണ് തന്നിട്ടുള്ളത്. ആൻസർ എന്താണ്? കുട്ടി എന്നുള്ളതാണ് അല്ലേ. ഇനി കുട്ടി എങ്ങനെ ഉറങ്ങാനാണ് ആഗ്രഹിക്കുന്നത്? കഥ കേട്ട്, കിളിയൊച്ച കേട്ട്, പാഠം കണ്ട്. എങ്ങനെയാണ്? കഥ കേട്ടുകൊണ്ടാണ്. 3, അമ്മയുടെ സ്വരം കടുക്കാൻ കാരണമെന്ത്? കുട്ടി കരഞ്ഞതിനാൽ, കുട്ടി വാശി പിടിച്ചതിനാൽ, അച്ഛന് ബുദ്ധിമുട്ട് ആയതിനാൽ. എന്തുകൊണ്ടാണ്? കുട്ടി വാശി പിടിച്ചതിനാലാണ്. 4, മുത്തശ്ശൻ എങ്ങനെയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്? ബസ്സിൽ, കാറിൽ, ട്രെയിനിൽ. എങ്ങനെയാണ്? ബസ്സിലാണ്. ഇനി 5ാമത്തെ ചോദ്യം, അമ്മ ചോദ്യവും പറച്ചിലും നിർത്താൻ കാരണമെന്ത്? അമ്മയ്ക്ക് പണിത്തിരക്കായതിനാൽ, അച്ഛനെ ഭയന്നതിനാൽ, അമ്മയ്ക്ക് സ്വന്തം കുട്ടിക്കാലം ഓർമ്മ വന്നതിനാൽ. എന്താണ്? അമ്മയ്ക്ക് സ്വന്തം കുട്ടിക്കാലം ഓർമ്മ വന്നതിനാലാണ്. അപ്പോൾ 5 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മൾ നോക്കി. ഇനി ഇതിലെ 2ാമത്തെ ചോദ്യം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ വാക്കുകൾ കൊണ്ട് മനോഹരമായ ഭാവനാ ചിത്രങ്ങൾ മനസ്സിലുണ്ടാക്കിയവയാണ് ചിത്രവർണ്ണങ്ങൾ എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന കവിതാഭാഗം വായിക്കുക, ആശയം, പദച്ചേർച്ച, പ്രയോഗഭംഗി എന്നിവ പരിഗണിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അരുതരുതേ ഗിരീഷ് പുലിയൂരിൻ്റെ കവിതാഭാഗമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ കവിതയുടെ ആശയം അതിലുണ്ടായിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം, കവിതയിലെ പ്രയോഗഭംഗി, പദച്ചേർച്ച എന്നിവ കണ്ടെത്തി എഴുതണം, അനുയോജ്യമായ ഭാഷ, ശൈലി എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം, അതുപോലെ തന്നെ വാക്യഘടന, ചിഹ്നങ്ങൾ എന്നിവയും നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി പ്രവർത്തനം 3 നോക്കൂ, താരതമ്യക്കുറിപ്പാണ്. ഇവിടെ ഒരു ചിത്രം, ഓടയിൽ നിന്ന് എന്നീ 2 ഭാഗങ്ങളിൽ 2 പാഠങ്ങളിലെയും കുറച്ച് ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. ഇവിടെ അമ്മമാരോടുള്ള മക്കളുടെ സ്നേഹം വാക്കുകൾക്കപ്പുറമാണ്. 2 സന്ദർഭങ്ങളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോന്നും നമ്മൾ ഒരു ചിത്രം എന്നതിൽ എന്താണോ പറയുന്നത്, ഓടയിൽ നിന്ന് എന്നതിൽ എന്താണോ പറയുന്നത് എന്ന് വിശദമാക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ അതിൽ എഴുതി ചേർക്കണം. ഇനി ഇതിലെ ബി ചോദ്യം, ഒരു ചിത്രം എന്ന കവിത രചിച്ചതാര്? വള്ളത്തോൾ കുഞ്ചൻ നമ്പ്യാർ ഉള്ളൂര്. ആരായിരുന്നു? വള്ളത്തോളായിരുന്നു അല്ലേ. ഈ 4ാമത്തെ പ്രവർത്തനം ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. പി കേശവദേവിനെ കുറിച്ചിട്ടാണ്. ഇവിടെ ഒരുപാട് സൂചനകൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പാരഗ്രാഫ് ആക്കി എഴുതിയാൽ മാത്രം മതി. ഇനി പ്രവർത്തനം 5 നോക്കൂ, പ്രസംഗമാണ്. പാട്ടിൻ്റെ പാലാഴി എന്ന പാഠത്തിൽ ബാബുരാജ് എന്ന സംഗീതജ്ഞനെ സഹായിക്കുന്ന മനുഷ്യസ്നേഹിയായ കുഞ്ഞു മുഹമ്മദിനെ നമ്മൾ പരിചയപ്പെട്ടു. മറ്റുള്ളവരുടെ നന്മക്കായി ജീവിതം സമർപ്പിക്കുന്ന ഇത്തരക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ മനുഷ്യ നന്മക്കായി ജീവിതം മാറ്റിവെച്ച മഹാത്മാക്കൾ നിരവധിയാണ്. നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു മഹത് വ്യക്തിയെക്കുറിച്ച് സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഒരു പ്രസംഗം തയ്യാറാക്കുകയാണ് നിങ്ങൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രസംഗം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ അസംബ്ലിയിലാണല്ലേ. അപ്പോൾ പ്രിയപ്പെട്ട ടീച്ചറെ, എൻ്റെ കൂട്ടുകാരെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങളതിൽ പറയേണ്ടത്. ഓക്കെ, ഇനി ബി, കുഞ്ഞു മുഹമ്മദിൻ്റെ സഹായം ലഭിച്ച പ്രശസ്തനായ ചലച്ചിത്ര ഗായകനാര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ യേശുദാസ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ, KP ഉമ്മർ. ആരായിരുന്നു? കോഴിക്കോട് അബ്ദുൽ ഖാദർ ആയിരുന്നു. ഇനി 6ാമത്തെ നോക്കൂ, വർണ്ണനയാണ്. ഇവിടെ കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ നഗരവർണ്ണയും നിങ്ങൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാമങ്ങൾ പോലും നഗരങ്ങൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ആകർഷിച്ച ഒരു നഗരത്തെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ആകർഷിച്ച ഏതെങ്കിലും ഒരു നഗരം ഉണ്ടായിരിക്കും അല്ലേ. ഒന്നുകിൽ നിങ്ങളുടെ തൊട്ടടുത്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു വർണ്ണനയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് ഇഷ്ടമായത്, അവിടെ എന്തൊക്കെയാണോ ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതാം. ഇനി ഇതിലെ ബി ചോദ്യം, വഴി എന്നർത്ഥം ലഭിക്കാത്ത പദം ഏത്? വീതി, പാത, ഓട. ഏതായിരുന്നു? അവിടെ ഓട എന്നുള്ളതാണ് വഴി എന്നർത്ഥം ലഭിക്കാത്ത പദം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.